ഹലോ എവരി വൺ, ഹരിശ്രീ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹരിത വിപ്ലവം എന്ന ടോപ്പിക്കാണ്. PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. മിക്കവാറും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് നമ്മൾ ആവശ്യമില്ലാതെ കളയേണ്ട കാര്യമില്ല. നമുക്ക് ഈ ക്ലാസ് കണ്ട ആ ഒരു മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം എന്താണ് നമുക്ക് ഹരിത വിപ്ലവം എന്ന് മനസ്സിലാക്കണം. ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ എന്ത് പറയുന്നു? ഹരിത വിപ്ലവം എന്ന് പറയുന്നു. എന്താണ് ഹരിത വിപ്ലവം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശ സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക ഉൽപാദന മേഖലയിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നു. അതായത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നു. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവിൻ്റെ പേരാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗട്ടാണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗട്ടാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യത്തിൻ്റെ പേരാണ് മെക്സിക്കോ. ഹരിത വിപ്ലവം എവിടെയാണ് ആരംഭിച്ചത്? രാജ്യത്തിൻ്റെ പേരെന്താണ്? മെക്സിക്കോയിലാണ് ആരംഭിച്ചത്. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയെ നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നമ്മൾ നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗട്ടാണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് മെക്സിക്കോ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. അപ്പോൾ അത് ലോക ഹരിത വിപ്ലവമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് മാത്രമല്ല, ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനമാണ് ഷർബതി സൊണോറ. ഓർത്തിരിക്കുക. MS സ്വാമിനാഥൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഫ്രം ഗ്രീൻ ടു ഗ്രീൻ റവല്യൂഷൻ, ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, വീറ്റ് റവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു ഗ്രീൻ റവല്യൂഷൻ, ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, വീറ്റ് റവല്യൂഷൻ. 2023 സെപ്റ്റംബർ 28 നമ്മുടെ MS സ്വാമിനാഥൻ അന്തരിക്കുകയാണ്. 2023 സെപ്റ്റംബർ 28. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകനായിരുന്നു ഡോക്ടർ MP സിംഗ് ആണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആരാണ്? C സുബ്രഹ്മണ്യമാണ് കേട്ടോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്ന സമയത്തെ കേന്ദ്ര കൃഷിമന്ത്രി ആരാന്ന് ചോദിച്ചാൽ C സുബ്രഹ്മണ്യമാണ്. ഇനി ഹരിത വിപ്ലവം പെട്ടെന്നൊന്നുമല്ല നടക്കുന്നത്, അത് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അത് 2 ഘട്ടങ്ങളിലായിട്ട് നടന്നു. അതിൽ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് ഒന്നാം ഘട്ടം. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് കണക്കാക്കുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടമായിട്ട് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം 1960 പകുതി മുതൽ 1970 പകുതി വരെ. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 1970 പകുതി മുതൽ 1980 പകുതി വരെ. ഇനി ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവമാണ് കേട്ടോ. ഇന്ത്യയിൽ ഗോതമ്പ് വിപ്ലവം, കാരണം ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടിയത്. അപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഗോതമ്പ് വിപ്ലവം എന്നുകൂടെ ഹരിത വിപ്ലവത്തിനെ നമ്മൾ വിളിക്കാറുണ്ടെന്ന് ഓർത്തിരിക്കുക.
ഇനി ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്, ശ്രദ്ധിച്ച് പഠിക്കണം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ധാരാളമായി നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം. ഇനി രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. രാസവളങ്ങളും കീടനാശിനികളുടെയും ഉപയോഗം. ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്. ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്. ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം. ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമാക്കിയത്. അതായത് കുറഞ്ഞ പലിശയ്ക്കാണ് എന്ത് ചെയ്തത്? വായ്പകൾ ലഭ്യമാക്കിയത്. കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു. കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചു. ഇനി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമാക്കി. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമാക്കി. അപ്പോൾ ഒരു 8 പോയിൻ്റ് ഉണ്ട്, നമ്മളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. രാസവളങ്ങളും കീടനാശിനികളും നമ്മൾ ഉപയോഗിച്ചു. ജലസേചന സൗകര്യങ്ങളുടെ വർധനവുണ്ടായിരുന്നു. ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം നടത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എന്തുണ്ടായി? യന്ത്രവൽക്കരണം, കൂടുതൽ യന്ത്രവൽക്കരണം നടത്തിയിട്ടുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നമുക്ക് ലഭ്യമാക്കി. കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നമുക്ക് കൊടുത്തു. അതുപോലെ കാർഷിക വിഭവങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില നമുക്ക് കിട്ടി. ഉയർന്ന വില ലഭിച്ചു. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമായി. ഇതിനുവേണ്ടി ധാരാളം വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതെല്ലാം എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇതാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. താങ്ക് യു.